അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, ഇത്രയധികം ഗുണം ചെയ്തിട്ട് നിങ്ങളെന്താ തോറ്റത്? എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 102 സീറ്റിന്റെ ബലത്തിലാണ് UDF അധികാരത്തിലേറിയത് എന്ന് നമുക്കറിയാം. അതും 10 കൊല്ലത്തിന് ശേഷം. ഉമ്മൻചാണ്ടി സാറ് 2016 അധികാരം കൈവിട്ടതിന് ശേഷം ഒരു കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു മുന്നണി, അതായത് UDF അധികാരം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പിണറായി സഖാവിനെ പോലെയുള്ള ഒരു അതിഗംഭീരൻ നേതാവിനെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു വിജയം കൈവരിച്ചു. അതിൻ്റെ പട നയിച്ചത് സതീശനായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ല. പക്ഷേ ഈ വിജയിച്ചു കഴിഞ്ഞിട്ടും അതിലേറെ കഷ്ടപ്പെട്ട്, ആ പട നയിക്കുന്ന കാലത്തേക്കാൾ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി പദം കൈവശം വന്നിരിക്കുന്നത്. അതിനും ജനങ്ങൾക്ക് തെരുവിലിറങ്ങിയാണ് നേടിയെടുക്കേണ്ടി വന്നത് എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെ ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റു. അത് മൊത്തത്തിലൊരു ജനകീയമായിരുന്നു എന്ന് നമുക്കറിയാം. സെക്രട്ടേറിയറ്റിലൊക്കെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ജനക്കൂട്ടം കണ്ടിട്ടില്ല. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദിയിലാണോ സദസ്സിലാണോ ആൾ കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണികൾക്ക് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതൊരു ജനപ്രളയമായിരുന്നു. വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ സതീശൻ സാറിനും അറിയില്ല. സാധാരണ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ നടക്കുമ്പോൾ നിയുക്ത മന്ത്രിമാരിരിക്കും. അവരെ വിളിക്കുമ്പോൾ വളരെ ഒരു അച്ചടക്കത്തോടു കൂടെ നടത്തേണ്ട ഒരു സംഭവം. ഇത് കോൺഗ്രസ് അല്ലേ, ജനാധിപത്യ മഹോത്സവമല്ലേ, ജനാധിപത്യത്തിൻ്റെ വിജയമല്ലേ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരച്ചടക്കം ഒരു സമൂഹത്തിന് വേണ്ടേ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് കേട്ടോ. എല്ലാ വിജയങ്ങൾക്ക് പുറകിലും ഡെഡിക്കേറ്റഡായ അല്ലെങ്കിൽ വളരെ അച്ചടക്കപൂർണ്ണമുള്ള ഒരു ജനത ഉണ്ടാകണം എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും ഇവിടെ പക്ഷെ അങ്ങനെയൊന്നല്ല നടന്നത്. എന്തൊക്കെയോ അവിടെ നടന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. എത്താവുന്നവരൊക്കെ സദസ്സിൽ ചിലപ്പോൾ സീറ്റ് കിട്ടാത്തവരൊക്കെ വേദിയിൽ കയറി കൂടിയോ എന്നും നമുക്ക് കണ്ടാൽ തോന്നും. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. പറയാൻ വന്നത് എന്താ അറിയോ, ഇവരാവേശത്തിലാണ്. UDFും അതിൻ്റെ മന്ത്രിമാരും ആവേശത്തിലാണ്. UDF എന്തായാലും വലിയ വിജയം നേടിയിരിക്കുകയാണ്. അതും കുറെ കാലത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അവരെ ആഹ്ലാദിക്കാൻ അവർക്ക് വകുപ്പുണ്ടല്ലോ, അതിലൊരു സംശയവുമില്ല. അങ്ങനെ സഭായോഗം കഴിഞ്ഞു. സാറ് വന്നിട്ട് പത്രസമ്മേളനം നടത്തി. സഭായോഗ തീരുമാനങ്ങളൊക്കെ ജനങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് ആശാ വർക്കർമാരുടെ ഓണറേറിയം ഒരു 3000 രൂപ കൂട്ടി എന്നുള്ള വർത്തമാനമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം 1 രൂപ കൂട്ടി കിട്ടിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അവരുടെ ആവശ്യം 21,000 രൂപയായിരുന്നു. സമരപന്തലിൽ സമരം ഇരിക്കുന്ന സമയത്ത് ഈ സതീശൻ സാറ്, സുരേഷ് ഗോപി, അങ്ങനെ നാട്ടിലെ ഇടതുപക്ഷം അല്ലാത്ത ഒരുവിധം എല്ലാ ആൾക്കാരും അവിടെ ചെന്ന് അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സതീശൻ സാറ് പറഞ്ഞാൽ എന്താ അറിയാമോ, ഞങ്ങൾക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ 2026 ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ തീരുമാനമാണ് കൈക്കൊള്ളുക എന്നാണ്. അവരുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ 21,000 രൂപ ഓണറേറിയം കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു 700 രൂപ ദിവസക്കൂലി കിട്ടണമെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് ന്യായമാണ് താനും. 5 ലക്ഷം രൂപ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടും കിട്ടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചത് 9,000 രൂപ ഇടതുപക്ഷം കൊടുത്തിട്ടുണ്ട്. അത് 10 കൊല്ലം മുമ്പ് കേവലം 1000 രൂപയായിരുന്നു. പിണറായി വന്നതിന് ശേഷം 8,000 രൂപ കൂട്ടിക്കൊടുത്തു. സതീശൻ ഇന്നലെ അത് 3,000 രൂപ ആദ്യത്തെ ദിവസം തന്നെ കൂട്ടിക്കൊടുത്തു. ഇപ്പം അത് ഏത് ശരി ഏത് തെറ്റ് എന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല. എന്തായാലും അവരാവശ്യപ്പെട്ട 21,000 രൂപ കൊടുക്കാൻ സതീശൻ സാറിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ പോയി പ്രസംഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ നമുക്ക് എന്തും പറയാമല്ലോ. പക്ഷെ കാര്യം കൊണ്ടടുക്കുമ്പോൾ ഈ പണമൊക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ പൂച്ച പെറ്റ് കിടക്കല്ലേ. അപ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റില്ല എന്ന് ആ ഓഫർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സതീശൻ നേതാവിന് അറിയാം. പക്ഷെ വോട്ട് വരണമല്ലോ. വോട്ട് മാത്രമല്ല, ഈ ആശാ വർക്കർമാരെ പോലെയുള്ള വളരെ താഴെ കിടക്കുന്നവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. അവിടെ നിന്നുകൂടി വോട്ടുകൾ വന്ന് ചേരുന്ന അറിയാമായിരുന്ന സൂത്രശാലിയായ സതീശൻ സാർ ആ നമ്പർ ഇറക്കിയതാണ്. ആ വാക്ക് പാലിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ളത് വെച്ചിട്ട് 3,000 രൂപ കൊടുത്തു. എന്തെങ്കിലും ആട്ടെ. ഇവിടെ ഇപ്പം നമ്മുടെ വിഷയം എന്താ അറിയുമോ, സത്യത്തിൽ ഈ സന്തോഷിക്കുന്നവരുടെ കാര്യമല്ല പറയാനുണ്ട്. അടപടലം പൊട്ടിക്കിടക്കുന്ന ഈ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്നിങ്ങനെ ഈ സഖാക്കളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു രക്തം പിടി അവർക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. ഈ ബൂത്ത് കമ്മിറ്റിയിലെ കണക്കൊന്നും എടുത്താൽ ഈ ജമ്മത്ത് അതിന് ഉത്തരം കിട്ടുമെന്ന് തോന്നില്ല. കാരണം അവരുടെ കൊട്ടകത്തളങ്ങളായ സ്ഥലങ്ങളിൽ പോലും പൊട്ടിപ്പാളീസായി നിൽക്കുമ്പോൾ പിന്നെ ഏത് ബൂത്ത് കമ്മിറ്റിയിൽ പോയിട്ടായി കണക്കെടുത്തിട്ട് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ അതല്ലാത്ത എന്തോ റീസൺ ഉണ്ടെന്നുള്ളതാണ് കാരണം. അത് പണ്ട് നമ്മുടെ നായനാർ സഖാവിന് ഈ അടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, അതിന്ന് ഈ ഇടതുപക്ഷം അന്നൊരു പാഠവും പഠിച്ചില്ല എന്ന് വേണം ഈ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ നായനാർ സഖാവിൻ്റെ വാക്കുകളിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കേട്ടു നോക്കും. നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും എന്തുകൊണ്ടാണ് സതീശൻ ജയിക്കുകയും പിണറായി തോൽക്കുകയും ഇടതുപക്ഷം തോൽക്കുകയും ചെയ്തതെന്ന് മനസ്സിലാവും. ഇത് കാലചക്രം തിരിയുകയാണ്. അതിൽ നിന്ന്
ഇടതുപക്ഷത്തിന് മാത്രമല്ല ഈ സതീശനും കൂടെ പാഠം പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും വെറുതെ കുറെ പണം കൊടുത്ത് കുറേ കാലം മനുഷ്യരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആള് പിന്നാലെ കൂടും. പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ പണം കൊടുക്കാം എന്ന് പറയുന്നവരുടെ പിന്നാലെ പോകും എന്നുള്ള വലിയൊരു ധനതത്വ ശാസ്ത്രം ഉണ്ട്. എൻ്റെ നേതാവേ സതീശൻ സാറേ, ഇടതുപക്ഷമേ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു. നിങ്ങൾ ഈ നായനാർ പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ പോരട്ടോ, അത് കേട്ടുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, ഇത്രയധികം ഗുണം ചെയ്തിട്ട് നിങ്ങൾ എന്താ തോറ്റത്? എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടാ. അതിന് കാരണമുണ്ട്. എന്താ അറിയാം, മാർക്സിസം പറയുന്നത് പോളിറ്റിക്സിൽ 3 മുന്നണിയാണ്. ഒന്ന് എക്കണോമി, ദെൻ പോളിറ്റിക്സ്, ദെൻ ഫിലോസഫി. ഈ 3 മുന്നണിയിലും ജനങ്ങളെ മൊബിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ബി ദർ. അതാണ് ഒന്ന്. നമ്മൾ എക്കോണമി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി വീക്കാണ്. അതാണ് 35 ലക്ഷം കൃഷിക്കാരന് ഭൂമി കൊടുത്തിട്ടോ ഞമക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. മനസ്സിലായോ? എത്ര ചെയ്തിട്ട്? ഞാൻ 3 ലക്ഷം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തിട്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. മനസ്സിലായോ? അല്ല, എനിക്കതിൽ ദുഃഖം വേണ്ട. എന്തുകൊണ്ട് വന്നു? യു റീസണബിൾ, യു ഡിസ്കസ് ഇറ്റ് ആൻഡ് അനലൈസ് ഇറ്റ് ആൻഡ് വേ ഔട്ട്.